നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മെയ് 23 വ്യാഴാഴ്ചയാണ്. ഇടവം 9 100 ന്യൂസിലേക്ക് വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. നാളെ നിശബ്ദ പ്രചാരണം. ശനിയാഴ്ച പോളിംഗ് ബൂത്തിലെത്തുന്നത് 58 മണ്ഡലങ്ങൾ. അവസാനഘട്ട പ്രചാരണം ശക്തമാക്കാൻ മുന്നണികൾ. പെരിയാറിൽ മീനുകൾ ചത്തുപൊങ്ങിയതിൽ മത്സ്യകർഷകരുടെ നഷ്ടം കണക്കാക്കാനുള്ള യോഗം ഇന്ന്. ചത്ത മീനുകളെ നീക്കം ചെയ്ത് സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. കുഫോസിന്റെ പ്രത്യേക സംഘം സ്ഥലം സന്ദർശിക്കും. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് ഇന്ന് CPIM പ്രതിഷേധം. താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് വീണ്ടും നടത്താൻ അന്വേഷണ സംഘം. പരേഡ് വൈകിട്ട് 3 കാക്കനാട് ജില്ലാ ജയിലിൽ. വീണ്ടും തിരിച്ചറിയൽ പരേഡ് നടത്തുന്നത് കഴിഞ്ഞയാഴ്ച ഹാജരാകാത്ത സാക്ഷികൾക്കായി. പാലക്കാട് കൊല്ലങ്കോട് ചത്തപുലിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. നടപടികൾ തൃശൂർ മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിൽ. മരണകാരണം ആന്തരിക രക്തസ്രാവമെന്ന് പ്രാഥമിക നിഗമനം. വീട്ടുവളപ്പിലെ കമ്പിവേലിയിൽ കുടുങ്ങി പുലി ചത്തത് ഇന്നലെ. ദക്ഷിണേന്ത്യയിലെ കാട്ടാനകളുടെ കണക്കെടുപ്പ് ഇന്നു മുതൽ. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച അന്തർ സംസ്ഥാന ഏകോപന സമിതി വിവരങ്ങൾ ശേഖരിക്കും. അന്തിമ റിപ്പോർട്ട് ജൂലൈ 9 സമർപ്പിക്കും. പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകട കേസ് കോടതിയിൽ. കൊല്ലം സെഷൻസ് കോടതി ഇന്ന് കേസ് പരിഗണിക്കും. നടപടി വിചാരണയ്ക്ക് അനുവദിച്ച പ്രത്യേക കോടതിയിലേക്ക് കേസ് മാറ്റുന്നതിന് മുന്നോടിയായി. 110 പേരുടെ ജീവൻ കവർന്ന വെടിക്കെട്ട് കേസിൽ പ്രതിപ്പട്ടികയിലുള്ളത് 51 പേർ. ബ്രിട്ടനിൽ അപ്രതീക്ഷിത നീക്കവുമായി പ്രധാനമന്ത്രി ഋഷി സുനക്. കാലാവധി കഴിയും മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. വോട്ടെടുപ്പ് ജൂലൈ 4. തീരുമാനം 8 മാസം കൂടി കാലാവധി ബാക്കി നിൽക്കെ. മാറ്റത്തിന് സമയമായെന്ന് ലേബർ പാർട്ടി നേതാവ് കിയർ സ്റ്റാമർ. സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് IPL ക്വാളിഫയറിൽ. എലിമിനേറ്ററിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 4 വിക്കറ്റിന് തകർത്തു. ബംഗളൂരുവിന്റെ മടക്കം 17ാം സീസണിലും കിരീടമില്ലാതെ. 2ാം ക്വാളിഫയറിൽ രാജസ്ഥാൻ ഹൈദരാബാദിനെ നേരിടും. യുവേഫ യൂറോപ്പ ലീഗ് കിരീടത്തിൽ മുത്തമിട്ട് അറ്റ്ലാന്റ BC. ഫൈനലിൽ ലെവർക്യൂസിനെ തകർത്തത് എതിരില്ലാത്ത 3 ഗോളുകൾക്ക്. ഹാട്രിക് നേടിയ ലുക്മാൻ കളിയിലെ താരം. അറ്റ്ലാന്റയുടേത് ക്ലബ്ബ് ചരിത്രത്തിലെ ആദ്യ യൂറോപ്യൻ കിരീടം. നോക്കാവിന് കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. പത്തനംതിട്ട കോതിയിലും ഓൺലൈൻ പണത്തട്ടിപ്പ്. വൃദ്ധയുടെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടമായത് 27,000 രൂപ. അന്വേഷണം ആരംഭിച്ച് കോന്നി പോലീസ്. മാരാനെല്ലൂർ ആയുർവേദ ആശുപത്രി വളപ്പിൽ പോലീസ് പിടികൂടിയ വാഹനങ്ങളിൽ വെള്ളം കെട്ടി കൊതുക് പെരുകുന്നതായി പരാതി. അധികൃതരെ അറിയിച്ചിട്ടും ശ്രദ്ധയിലില്ല എന്ന ആക്ഷേപം. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ. കൊട്ടാരക്കര പുത്തൂരിൽ അപകടക്കിണിയായി റോഡിലെ കുഴി. ഇരുചക്രവാഹന യാത്രികർ കുഴിയിൽ വീഴുന്നത് തുടർക്കഥയായിട്ടും അധികൃതർ കണ്ണടയ്ക്കുന്നുവെന്ന് നാട്ടുകാർ. പന്തളത്തെ എലിവേറ്റഡ് കാറ്റിൽ ഷെഡ് പൂർത്തിയാക്കാൻ വൈകും. സാമ്പത്തിക പ്രതിസന്ധിയാണ് ജോലികൾ വൈകാൻ കാരണം. നിർമ്മാണം ആരംഭിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റിൽ. ചേർത്തല AS കനാലിൽ മാസങ്ങളായി നിറഞ്ഞുകിടക്കുന്ന മാലിന്യം നീക്കിയില്ല എന്ന് പരാതി. രോഗഭീതിയിൽ പ്രദേശവാസികൾ. മാലിന്യം നീക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് ആരോപണം. അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടി കോട്ടയം തൃക്കൊടിത്താനം മൃഗാശുപത്രി. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യം ശക്തം. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ 5 പ്ലാറ്റ്ഫോമുകളെയും ബന്ധിപ്പിക്കുന്ന പുതിയ ഫുട് ഓവർ ബ്രിഡ്ജിന്റെ ഗേഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾക്ക് തുടക്കം. 3.5 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. വൈക്കം വേമ്പനാട്ടുകായലിലെ ബിനാലെ മണി അറ്റകുറ്റപ്പണിക്കായി അഴിച്ചുമാറ്റി. പുനർനിർമ്മിച്ച ശേഷം സൗകര്യമൊരുക്കി വിനോദസഞ്ചാരികൾക്കായി ഉടൻ തുറന്നുകൊടുക്കും. ഡോക്ടർ M ലീലാവതി ടീച്ചറെ വിശിഷ്ടാംഗത്വം നൽകി ആദരിക്കാൻ എറണാകുളം പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് അധ്യക്ഷനാകും. കോട്ടയം പാറത്തോട് പഞ്ചായത്തിലെ ചങ്ങലപ്പാലം പച്ചത്തുരുത്ത് വിശ്രമകേന്ദ്രം കാട് കയറി നശിക്കുന്നു. വിശ്രമകേന്ദ്രം സംരക്ഷിക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ. കാസർഗോഡ് തെക്കിൽ ഈസ്റ്റ് ഗവൺമെന്റ് LP സ്കൂൾ 100ാം വാർഷികാഘോഷത്തിന് തുടക്കം. ആഘോഷ പരിപാടികൾ കാസർഗോഡ് DDE B ദിനേശ് ഉദ്ഘാടനം ചെയ്തു. ശതാബ്ദി ആഘോഷത്തിന്റെ ലോഗോ പ്രകാശനം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് B സുരേന്ദ്രൻ നിർവഹിച്ചു. ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ഈരാറ്റുപേട്ട C&N സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെയും നേതൃത്വത്തിൽ ഈ മാസം 26 സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ആശ്രയ ബിൽഡിംഗിലാണ് ക്യാമ്പ്. തോട്ടപ്പള്ളി ഹാർബറിലെ ആഴക്കുറവ് മത്സ്യബന്ധന വള്ളങ്ങൾക്ക് ഭീഷണിയാകുന്നു.
100ഓളം മത്സ്യബന്ധന യാനങ്ങൾ എത്തുന്ന ഹാർബറിലാണ് മണലും ചെളിയും അടിഞ്ഞ് അപകടക്കെണിയാകുന്നത്. കോതമംഗലം ടൗണിൽ സ്ലാബ് തകർന്ന ഓടകൾ അപകട ഭീഷണി ഉയർത്തുന്നു. കോഴിപ്പള്ളി കവലയിലും സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപവുമാണ് സ്ലാബുകൾ തകർന്നത്. അടിയന്തര ഇടപെടൽ വേണമെന്ന് ആവശ്യം. വയനാട് ജില്ലയിൽ 3 മാസത്തോളമായി അടച്ചിട്ടിരിക്കുന്ന ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി. ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ പൂട്ടിയതോടെ ഉപജീവന മാർഗം നിലച്ചത് 100ഓളം ജീവനക്കാർക്ക്. കാസർഗോഡ് കള്ളാർ അടോട്ടുകയ പൊതുമരാമത്ത് റോഡിന് ചേർന്ന് 2 വീടുകൾ മണ്ണിടിഞ്ഞ അപകടാവസ്ഥയിൽ. റോഡ് നിർമ്മാണത്തിനായി ഏറ്റെടുത്ത സ്ഥലത്ത് പാർശ്വഭിത്തി നിർമ്മിക്കാതിരുന്നതാണ് മണ്ണിടിയാൻ കാരണമെന്ന് പരാതി. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ വേനൽ മഴയുണ്ടായത് 11 കോടിയുടെ കൃഷിനാശത്തിന് വഴിവെച്ചു. ഏപ്രിൽ 30 മുതൽ മെയ് 21 വരെയുള്ള കണക്കാണിത്. ഏറ്റവും കൂടുതൽ നാശം സംഭവിച്ചത് ആര്യങ്കോട് ബ്ലോക്കിൽ. ചെങ്ങന്നൂർ നഗരസഭയിലെ ഹാച്ചറിപ്പടി റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണം. റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടു. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവെന്ന് പ്രദേശവാസികൾ. സൗജന്യ നീന്തൽ പരിശീലനവുമായി മഞ്ചേരി അഗ്നിരക്ഷാ സേന. കാടപ്പെട്ടി ലാൻസ്റ്റർ ഫാമിലി സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന പരിശീലനത്തിൽ 85ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പത്തനംതിട്ട തൊട്ടിപ്പാറ തൈപ്പറമ്പിൽ പടി റോഡിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. വെള്ളം കുത്തിയൊലിച്ച് റോഡിൽ കുഴികൾ രൂപപ്പെട്ടു. പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ വെള്ളക്കെട്ട് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. കാഷ്വാലിറ്റി ബ്ലോക്കിന് മുമ്പിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. കണ്ണൂർ അയ്യൻകുന്ന് പഞ്ചായത്തിൽ കാട്ടാനശല്യം അതിരൂക്ഷം. കച്ചേരിക്കടവ്, മുടിക്കയം, ഉളിക്കൽ ഭാഗങ്ങളിൽ വ്യാപകമായി കൃഷി നശിച്ചു. മഴ പെയ്തതോടെ ചെളിക്കുളമായി ഇടുക്കി എല്ലക്കൽ മേരിലാൻഡ് റോഡ്. കുഞ്ചിത്തണ്ണി മേഖലയിലുള്ളവരുടെ ഏക ആശ്രയമായ റോഡാണ് ഇത്. കഴിഞ്ഞ കാലവർഷത്തിൽ റോഡ് പൂർണ്ണമായും തകർന്നിരുന്നു. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. രണ്ടായിരത്തി 24-25 അധ്യയന വർഷത്തെ എൻട്രൻസ് കോച്ചിംഗ് ഗ്രാന്റിന് അർഹരായ വിമുക്ത ഭടന്മാരുടെ മക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 15. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി നെയ്യാറ്റിൻകര താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയിൽ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദമായ വിവരങ്ങൾ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ. ഇരിങ്ങാലക്കുടയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഒക്യുപേഷണൽ തെറാപ്പി ബിരുദ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 15. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ കിഡ്സിൽ MBA കോഴ്സിന് സ്പോട്ട് അഡ്മിഷൻ തൈക്കാട് കിഡ്സിന്റെ ആസ്ഥാനത്ത് ഈ മാസം 25 രാവിലെ 10 മുതൽ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സയന്റിഫിക് വേറ്റ് മാനേജ്മെന്റ് കോഴ്സിലേക്ക് കേരള കാർഷിക സർവകലാശാല അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 11. തിരുവനന്തപുരം ശ്രീ സത്യസായി ആർട്സ് ആൻഡ് സയൻസ് എയ്ഡഡ് കോളേജിൽ താൽക്കാലിക ഫിസിക്സ് ലാബ് അസിസ്റ്റന്റിന്റെ തസ്തികയിൽ ഒഴിവ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 30. എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഈ മാസം 25 നടത്താനിരുന്ന ജൂനിയർ ലാബ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള അഭിമുഖവും 28 നടത്താനിരുന്ന ബാർബറുടെ തസ്തികയിലേക്കുള്ള അഭിമുഖവും മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കൊല്ലം വനവകുപ്പിൽ വിവിധ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികകളുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും ഇന്നു മുതൽ ഈ മാസം 29 വരെ നടക്കും. ഉദ്യോഗാർത്ഥികൾ കൊട്ടിയം മന്നം മെമ്മോറിയൽ NSS കോളേജ് മൈതാനത്ത് എത്തിച്ചേരണം. പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, സോഷ്യോളജി വിഷയങ്ങളിൽ ഈ മാസം 28 നടത്താനിരുന്ന അധ്യാപക നിയമന അഭിമുഖം മാറ്റി. ജൂൺ 7 അഭിമുഖം നടത്തും. ദേശീയ വാർത്തകൾ. 2010 ശേഷം നൽകിയ OBC സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കിയ കൊൽക്കത്ത ഹൈക്കോടതി വിധി അംഗീകരിക്കില്ല എന്ന് മമതാ ബാനർജി. സംസ്ഥാന സർക്കാർ മേൽക്കോടതിയെ സമീപിക്കുമെന്നും മമത. ബംഗാളിൽ 2011 ശേഷം നൽകിയ OBC സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കിയ ഹൈക്കോടതി നടപടി സ്വാഗതം ചെയ്ത് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. സർട്ടിഫിക്കറ്റുകൾ സംബന്ധിച്ച റിപ്പോർട്ട് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടും ബംഗാൾ സർക്കാർ നൽകിയില്ല എന്ന് ആരോപണം. കോടതി വിധി സംവരണം അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്കേറ്റ തിരിച്ചടിയെന്നും വിമർശനം. ബംഗാൾ മുഖ്യമന്ത്രിയെ വിമർശിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്റെ വോട്ട് ബാങ്കിനായി പിന്നാക്ക വിഭാഗങ്ങളുടെ സംവരണം മമതാ ബാനർജി തട്ടിയെടുക്കുന്നുവെന്ന് വിമർശനം.
മതത്തിന്റെ പേരിലുള്ള സംവരണത്തെ BJP എതിർക്കുന്നുവെന്നും അമിത്ഷാ. രാജ്യത്ത് മാറ്റത്തിന്റെ സൂചനകൾ കണ്ടു തുടങ്ങിയെന്ന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക ജനം ഏറ്റെടുത്തു. യുവാക്കളും സ്ത്രീകളും BJP എതിർക്കുന്നുവെന്നും സച്ചിൻ പൈലറ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹിമാചലിൽ. പ്രധാനമന്ത്രി മാണ്ഡി സന്ദർശിക്കുമെന്ന് ജയറാം താക്കൂർ. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവമായി നടക്കുന്നുവെന്നും BJPക്ക് നേട്ടമുണ്ടാക്കാനാകുമെന്നും ഹിമാചൽ മുൻ മുഖ്യമന്ത്രി. കോൺഗ്രസ് നേതാവ് കനയ്യകുമാറിനെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് ജാമ്യം. അജയ് കുമാറിന് ജാമ്യം അനുവദിച്ചത് ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്. 14 ദിവസത്തെ കസ്റ്റഡിയിൽ നൽകണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം തള്ളി. രാജ്യത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് റിപ്പോർട്ട്. പ്രതിദിനം രജിസ്റ്റർ ചെയ്യുന്നത് 7000-ലധികം കേസുകൾ. ഇവയിൽ ഭൂരിഭാഗവും വ്യാജ ട്രേഡിംഗ് ആപ്പുകൾ, ലോൺ ആപ്പുകൾ, ഗെയിമിംഗ് ആപ്പുകൾ, ഡേറ്റിംഗ് ആപ്പുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളെന്ന് സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ CEO രാജേഷ് കുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പ് കണക്കിലെടുത്ത് ഡൽഹി മെട്രോ ഈ മാസം 25-ന് പുലർച്ചെ 4 മുതൽ സർവീസ് ആരംഭിക്കും. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കുള്ള ഉദ്യോഗസ്ഥരുടെ സൗകര്യാർത്ഥമാണ് തീരുമാനം. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ഹോസ്റ്റലിൽ മെഡിക്കൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത നിലയിൽ. വിദ്യാർത്ഥി വിഷാദരോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്ന് പോലീസ്. അസമിലെ കരീംഗഞ്ചിൽ ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ട് 8 പേർ അറസ്റ്റിൽ. പതർക്കണ്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. ഡൽഹി രോഹിണിയിൽ കെട്ടിട സമുച്ചയത്തിൽ വൻ തീപിടുത്തം. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീ നിയന്ത്രണ വിധേയമാക്കിയത് 12 യൂണിറ്റ് ഫയർ എഞ്ചിനുകളുടെ സഹായത്തോടെ. സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദിന്റെ ആരോഗ്യനിലയിൽ ആശങ്ക അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജാവിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളിൽ അഗാധമായ ഉത്കണ്ഠയുണ്ട്. വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഗോവ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ ലൈറ്റുകൾ തകരാറിലായി. 6 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ലൈറ്റുകൾ തകരാറിലായത് ഇടിമിന്നലേറ്റെന്ന് അധികൃതർ. ഛത്തീസ്ഗഡിലെ ലിഥിയം ഖനി അടുത്ത മാസം ലേലം ചെയ്യുമെന്ന് സൂചന. കോൾ ഇന്ത്യ, അദാനി ഗ്രൂപ്പ്, ജിൻഡാൽ സ്റ്റീൽ പവർ തുടങ്ങിയ നിരവധി കമ്പനികൾ ലേലത്തിൽ പങ്കെടുക്കുമെന്ന് റിപ്പോർട്ട്. നോക്കാമിനി രാജ്യാന്തര വാർത്തകൾ. അമേരിക്കയിൽ വീണ്ടും വെടിവെപ്പ്. പെൻസിൽവാനിയയിലുണ്ടായ വെടിവെപ്പിൽ 2 മരണം, 3 പേർക്ക് പരിക്കേറ്റു. അക്രമി പിടിയിൽ. ഇറാഖിലെ ദിയാലയിൽ സ്ഫോടനം. 1 സൈനികൻ കൊല്ലപ്പെട്ടു, 2 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് IS. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 35,000 കടന്നു. 35,709 പേർ കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ട്. 79,990 പേർക്ക് പരിക്ക്. അഭയാർത്ഥി ക്യാമ്പിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. ബലൂചിസ്ഥാൻ സർവകലാശാലയിലെ ജീവനക്കാരുടെ സമരം 72ാം ദിവസത്തിലേക്ക്. ശമ്പളവും പെൻഷനും മുടങ്ങിയതിനെ തുടർന്നാണ് പ്രതിഷേധം. സർവകലാശാല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് അധികൃതർ. കംബോഡിയയിൽ സൈബർ തട്ടിപ്പിനിരയായ 60 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയവരെ തിരികെ കൊണ്ടുവരാൻ കംബോഡിയൻ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുന്നതായി ഇന്ത്യൻ എംബസി. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ ആൾക്കൂട്ടാക്രമണം അന്വേഷിക്കാൻ പാക് സർക്കാർ കമ്മിറ്റി രൂപീകരിച്ചു. ആക്രമണത്തിന് പിന്നിലെ കുറ്റവാളികളെ ഉടൻ നിയമത്തിന് മുന്നിലെത്തിക്കുകയാണ് ലക്ഷ്യം. അയർലൻഡിലെയും നോർവേയിലെയും അംബാസിഡർമാരെ ഉടൻ തിരിച്ചു വിളിക്കാൻ നീക്കവുമായി ഇസ്രായേൽ. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രഖ്യാപനത്തെ തുടർന്നാണ് നീക്കം. റൊമാനിയൻ പൗരന്മാർക്ക് വിസ ഇളവ് പ്രഖ്യാപിച്ച് തുർക്കി. അങ്കാറയിൽ നടന്ന തുർക്കി റൊമാനിയ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിയറ്റ്നാം മുൻ മന്ത്രി തോലാമിനെ പുതിയ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. മുൻ പ്രസിഡന്റ് വോ വാൻ തുവോങ് രാജിവെച്ച് 2 മാസത്തിന് ശേഷമാണ് നിയമനം. 5 വർഷത്തിനകം 6 പുതിയ വിമാനത്താവളങ്ങൾ തുറക്കാനൊരുങ്ങി ഒമാൻ. ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ചെയർമാൻ നായിഫ് അൽ അബ്രിയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ലോകത്തിലെ ഏറ്റവും മികച്ച നഗരങ്ങളുടെ പട്ടികയിൽ റിയാദിന് 3ാം സ്ഥാനം. ഓക്സ്ഫോർഡ് എക്കണോമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട ആഗോള നഗര സൂചിക റിപ്പോർട്ടിലാണ് റിയാദിന്റെ നേട്ടം. സൗദിയിൽ ഉൾപ്പെടെ സന്ദർശന വിസയിലെത്തുന്നവർക്ക് മുന്നറിയിപ്പുമായി ഗൾഫ് എയർ. സന്ദർശക വിസയിൽ യാത്ര ചെയ്യുന്നവർ റിട്ടേൺ ടിക്കറ്റും എടുക്കണമെന്ന് മുന്നറിയിപ്പ്. ഇരു ടിക്കറ്റും എടുക്കാത്തവർക്ക് ബോർഡിംഗ് അനുവദിക്കില്ല എന്ന് കമ്പനി. ഗോൾഡൻ വിസയിൽ റെക്കോർഡുമായി ദുബായ്. 2023 മാത്രം വിസ അനുവദിച്ചത് 1.58 ലക്ഷം പേർക്ക്. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം ഇനി ബിസിനസ് വാർത്തകൾ. വരുമാനത്തിൽ വൻകുതിപ്പുമായി പേടിഎം. 2023-24 സാമ്പത്തിക വർഷത്തിൽ 9,978 കോടി രൂപയാണ് വരുമാനമായി കിട്ടിയത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ശ്രീലങ്കയിലേക്ക് 100 ഒക്ടോൺ പ്രീമിയം ഇന്ധനമായ 100 ന്റെ ആദ്യ ലോഡ് കയറ്റി അയച്ചു. 2
രാജ്യത്ത് ചൈനയിൽ നിന്നുള്ള ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ വർധന. നവംബറിൽ ഇന്ത്യ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയതോടെ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി 14% കുറഞ്ഞിരുന്നു. ഓഡി Q3 സ്പോർട്ട് ബാക്ക് മോഡലുകളുടെ ബോൾഡ് എഡിഷനുകൾ വിപണിയിലെത്തി. ഔഡിയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മോഡലുകളാണ് ഇത്. ഇലക്ട്രിക് 2 വീലറുകളുടെ പുതിയ നിര വിപണിയിലെത്തിക്കാനൊരുങ്ങി രാജ്യത്തെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹീറോ മോട്ടോകോർപ്പ്. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിലായിരിക്കും പുതിയവ അവതരിപ്പിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് പേപ്പർ ബോർഡ് ഇറക്കുമതി 34% വർദ്ധിച്ചു. ഇറക്കുമതി 19.3 ലക്ഷം ടണ്ണായി ഉയർന്നതായി റിപ്പോർട്ട്. ഗൂഗിൾ പിക്സൽ ഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനൊരുങ്ങി ഡിക്സൺ ടെക്നോളജീസ്. ഫോണിന്റെ നിർമ്മാണം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ. ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ റിവോൾട്ട് മോട്ടോഴ്സ്, ഗ്രീവ്സ് ഇലക്ട്രിക് മൊബിലിറ്റി, അമോ മൊബിലിറ്റി എന്നിവയുടെ സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാർ പുനഃസ്ഥാപിച്ചേക്കും. ഇലക്ട്രിക് മൊബിലിറ്റി പ്രൊമോഷൻ സ്കീം 2024 പ്രകാരമുള്ളതാണ് പദ്ധതി. SUV ടാറ്റ നാനോ തിരിച്ചെത്തുന്നു. CNG പെട്രോൾ വേരിയന്റുകളിലായിരിക്കും പുതിയ നാനോ പുറത്തിറങ്ങുക. കായിക വാർത്തകൾ. IPL-ൽ പുതുചരിത്രമെഴുതിയ സൂപ്പർ താരം വിരാട് കോഹ്ലി. ലീഗിൽ 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരം. നേട്ടം രാജസ്ഥാനെതിരായ മത്സരത്തിൽ. 2020 ലോകകപ്പിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യൻ ടീമിന്റെ ആദ്യ സംഘം ഈ മാസം 25-ന് US-ലേക്ക് തിരിക്കും. ജൂൺ 5-ന് അയർലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഇംഗ്ലണ്ട് പാകിസ്ഥാൻ 2020 പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. 4 മത്സരങ്ങൾ അടങ്ങുന്ന പരമ്പരയിലെ രണ്ടാം മത്സരം ശനിയാഴ്ച. സൗദി പ്രോ ലീഗിൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ അൽ നസർ ഇന്നിറങ്ങും. എതിരാളികൾ അൽ റിയാദ്. മത്സരം രാത്രി 11:30-ന് സൗദിയിലെ പ്രിൻസ് ഫൈസൽ ബിൻ സ്റ്റേഡിയത്തിൽ. ലൂക്ക മോഡ്രിച്ച് റയൽ മാഡ്രിഡിൽ തുടരും. കരാർ ഉടൻ പുതുക്കുമെന്ന് റിപ്പോർട്ടുകൾ. താരത്തിന്റെ തീരുമാനം ക്ലബ്ബുമായുള്ള കരാർ ജൂണോടെ അവസാനിക്കാനിരിക്കെ. മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. എതിരാളി ദക്ഷിണ കൊറിയയുടെ സിം യൂജിൻ. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇന്ത്യക്ക് ജയം. അർജന്റീനയെ ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ജയം സഡൻഡത്തിൽ 5-4. നോക്കാമിനി കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. കമൽഹാസൻ ചിത്രം ഇന്ത്യൻ 2-വിലെ ആദ്യ ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോ പുറത്ത്. അനിരുദ്ധ് രവിചന്ദറാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. അൽതാഫ് സലീമും അനാർക്കലി മരക്കാരും പ്രധാന വേഷത്തിലെത്തുന്ന മന്ദാകിനി എന്ന ചിത്രത്തിലെ മൂന്നാമത്തെ ഗാനം പുറത്ത്. ചിത്രം നാളെ തിയേറ്ററുകളിൽ. ധനുഷ് പ്രധാന വേഷത്തിലെത്തുന്ന രായൻ എന്ന ചിത്രത്തിലെ രണ്ടാമത്തെ ഗാനം നാളെ പുറത്തിറങ്ങും. AR റഹ്മാനാണ് സംഗീതം. ജപ്പാനിലെ ടോക്കിയോ ഡിസ്നി ലാൻഡിൽ നിന്നുള്ള ടൊവിനോ തോമസിന്റെയും കുടുംബത്തിന്റെയും ചിത്രം വൈറൽ ട്രെൻഡ്സ്. സമൂഹമാധ്യമങ്ങളിൽ വൈറലായി പെൺകുട്ടികളുടെ നൃത്തം. വീഡിയോ ഏറ്റെടുത്ത് സൈബർ ലോകം. നോക്കാമിനി ഫാക്ട്. ഇസ്രയേൽ മാഗസിൻ കവർ ചിത്രമായി ടെക്സസ് ഗവർണർ ഗ്രോയ്ക്ക് അബൌട്ടിന്റെ ചിത്രം പ്രസിദ്ധീകരിച്ചു എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. US ക്യാമ്പസുകളിൽ ഇസ്രയേൽ വിരുദ്ധ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടെയാണ് വാർത്ത പ്രചരിക്കുന്നത്. 2013-ൽ പ്രസിദ്ധീകരിച്ച കവർ ചിത്രമാണ് ഇപ്പോഴത്തേത് എന്ന രീതിയിൽ പ്രചരിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. 2 ദിവസത്തിനുള്ളിൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 11ആയി. മരിച്ചവരിൽ 4 കുട്ടികളും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ന്യൂ കാലിഡോണിയയിൽ. പ്രദേശത്തെ സംഘർഷാവസ്ഥയെപ്പറ്റി ചർച്ച നടത്തും. വോട്ടിംഗ് നിയമങ്ങൾ മാറ്റാൻ ശ്രമിച്ചതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. കെനിയൻ പ്രസിഡന്റ് വില്യം റുട്ടോ അമേരിക്കയിൽ. 15 വർഷത്തിനിടെ ഒരു ആഫ്രിക്കൻ നേതാവ് അമേരിക്ക സന്ദർശിക്കുന്നത് ഇതാദ്യം. ചൈന റഷ്യയ്ക്ക് സൈനിക സഹായം നൽകുന്നുവെന്ന് US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സലിവൻ. ബൈഡൻ ഭരണകൂടം ഇതിനെ നേരിടാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നും സലിവൻ. തായ്വാൻ കടലിടുക്കിൽ ചൈനയുടെ സൈനികാഭ്യാസത്തിന് തുടക്കം. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഈസ്റ്റേൺ തിയേറ്റർ കമാൻഡാണ് സൈനികാഭ്യാസം നടത്തുന്നത്. നോക്കാമിനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ.
ബംഗാളിൽ രാമകൃഷ്ണ മിഷൻ ഭൂമി തട്ടിയെടുത്ത കേസിൽ പ്രതികൾ അറസ്റ്റിലായത് 5 പ്രതികൾ. ബംഗ്ലാദേശ് MP അൻവറുൽ അസീം കൊൽക്കത്തയിൽ വെച്ച് കൊല്ലപ്പെട്ടതായി ബംഗാൾ പോലീസ്. ചികിത്സയ്ക്കായി കൊൽക്കത്തയിലെത്തിയ അൻവറുൽ അസമിനെ കാണാതായത് ഈ മാസം 13-ന്. സംഭവത്തിൽ 3 പ്രതികൾ അറസ്റ്റിൽ. കനത്ത മഴയിൽ കോഴിക്കോട് മാവൂരിൽ വ്യാപക കൃഷിനാശം. മേഖലയിൽ ഗ്രാമീണ റോഡുകൾ ഇടിഞ്ഞ് താഴ്ന്നു. ചാലിയാർ പുഴ കര കവിഞ്ഞു. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്. ഇനി പ്രഭാത വാർത്ത കാണാം. പ്രേക്ഷകർക്കൊപ്പം പ്രജിൻ സി കണ്ണനെത്തും. നമസ്കാരം.